മഴ തോരും മുമ്പിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ബാലേന്ദ്രനാണെങ്കിൽ നമ്മളെ വൈജയന്തി അടുത്ത് മക്കളെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. സ്വന്തം മക്കളെ കാര്യം പറയുന്നത്. വൈജയന്തി ആണെങ്കിൽ അത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ലാതെ ഉള്ള ഇരിക്കുന്നത്. അങ്ങനെ നമ്മളെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇടയ്ക്കൊക്കെ ബബിതയുടെ ഫോണൊന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം, അവരാരെയൊക്കെ വിളിക്കുന്നുണ്ട്, ആരത്തൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഒന്ന് നീ നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വൈജയന്തി പറയുന്നുണ്ട്, ഫോണെന്ന് പറയുന്നത് കടൽ പോലത്തെ സംഭവം, അതിനകത്ത് കയറി എന്തൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഫോണിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ശ്രമിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ കടലിലൊക്കെ എല്ലാവരും കൂടെ ഒരു ദിവസം പോയി മുങ്ങി താരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വൈജയന്തി പറയുന്നുണ്ട്, ഇവർക്കാർക്കും അവരെ ഫോണോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നതോ അവരെ കാര്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരെ പ്രൈവസിയിലോട്ട് നമ്മൾ കടന്നു കയറുമെന്നൊക്കെ അവർക്ക് തോന്നുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവരെ ഒന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് അവരെ വാച്ച് ചെയ്യുന്നതൊക്കെ അവർക്കൊന്ന് തോന്നട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അലീനയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അലീന വന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് പള്ളിയിലൊന്ന് പോകണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ വൈജയന്തി പറയുന്നുണ്ട്, നീ ഇതുവരെയ്ക്കും ഇങ്ങനെ പള്ളിയിലൊന്നും പോകണമെന്നൊന്നും നീ പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ എന്ന് പറയും കേട്ടോ. ആ സമയത്ത് നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് പള്ളിയിലല്ലേ പോകേണ്ടത്, പൊയ്ക്കോ, ഇനി അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്, അവൾക്ക് റെസ്റ്റ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ബാലേന്ദ്രൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ശ്രദ്ധിക്കാതെ നമ്മൾ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് പള്ളിയിൽ പോകാനല്ലേ പറഞ്ഞ് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അലീന അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പോയതിന് ശേഷമാണെങ്കിൽ നമ്മൾ വൈജയന്തി ആണെങ്കിൽ പറയും, അവൾ എന്ത് പറഞ്ഞാലും ബാലേന്ദ്രൻ അതിനകത്ത് സപ്പോർട്ട് ചെയ്ത് നിന്ന് കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, സ്വന്തം മക്കളെ കാര്യം നിനക്ക് നോക്കാൻ പറ്റുന്നില്ല, അവരെ പ്രൈവസി കയറി ഇടപെടുമെന്നാണ് നീ പറയുന്നത്, പിന്നെ എന്തിനാ ഇവിടെ വേലയ്ക്ക് നിൽക്കുന്ന ഒരു പെങ്കൊച്ചിൻ്റെ പ്രൈവസിയിൽ കയറി നീ ഇടപെടാൻ നോക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ രോഹിത്തിൻ്റെ കാര്യം പറയുന്നത്, രോഹിത്തിനാണെങ്കിൽ എൻ്റെ അടുത്ത് എന്തോ വൈരാഗ്യമുള്ള പോലെ അവനെ ഞാൻ അന്ന് അടിച്ചില്ലേ, അപ്പോൾ അത് കാര്യമുള്ളതുകൊണ്ടല്ലേ അവനെ അടിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് നീ അവനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നീ ഒന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, എന്തിനാ അച്ഛൻ തല്ലിയെന്നുള്ള കാര്യമൊക്കെ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നീയും അവനുമായിട്ടാണല്ലോ കൂടുതലും അറ്റാച്ച്മെൻ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, നീ പറയുമ്പോൾ അവനിക്ക് മനസ്സിലാവുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ വൈജയന്തി പറയുന്നുണ്ട്, അന്ന് ആവശ്യമില്ലാത്ത കാര്യത്തിന് ബാലേന്ദ്രൻ അവനെ അടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് അതിൽ പോയി സംസാരിച്ചിട്ട് ഞാൻ നാണം കെടാൻ വേണ്ടി ഞാൻ ഇരിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൻ അന്ന് ചെയ്ത തെറ്റ് നിനക്ക് മനസ്സിലായിട്ടില്ലേ, അതുപോലെ തന്നെ അലീനെടുത്തും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കരുത് ബാലേന്ദ്ര, അവനാണെങ്കിൽ അങ്ങനെ ഒരു തെറ്റും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുവാണ്. നമ്മളെ വൈജയന്തി പറയുന്നുണ്ട്, പിന്നെ ഈ അലീന വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ നീ അവളെ അങ്ങ് പറഞ്ഞു വിട്ടേക്കെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു വിടാൻ തന്നെ പോവാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, പിന്നെ നിനക്ക് ഇവിടെ ആര് വരുമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ നാളെ തന്നെ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ പോകാമെന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പോകും. നമ്മൾ അലീനാണെങ്കിൽ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ ഒരു അനാഥാലയം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ വേണ്ടി അലീന പോയത് കേട്ടോ. അപ്പോഴത്തേക്ക് അലീനയുടെ കയ്യിലൊന്ന് മാമച്ചൻ കൊടുത്ത പൈസയൊക്കെ ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അതിന് കുറച്ചധികം പലർക്ക് സാധനങ്ങളും ഇതൊക്കെ മേടിച്ചു കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓട്ടോക്കാരൻ്റെ അടുത്ത് ചോദിക്കും കേട്ടോ, ഇതൊന്ന് എടുത്ത് വെച്ച് തരുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അയാൾ പറയും, ഇത് എടുത്ത് വെക്കുന്നതിന് പ്രത്യേകം പൈസ തരണമെന്ന് പറയുമ്പോൾ അലീന പറയും തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളവിടുത്തെ സിസ്റ്റർമാരൊക്കെ പറയുന്നുണ്ട്, ഈ സാധനങ്ങളെല്ലാം അവിടെ തീർന്നിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുവാണ്. ഇത് എങ്ങനെ മനസ്സിലായെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അലീന പറയുന്നുണ്ട്, അതൊക്കെ മനസ്സിലായെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളെ ബാലേന്ദ്രൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ചോദിക്കും, ബാലേന്ദ്രൻ സാറിൻ്റെ മോളാണെന്ന് ചോദിക്കുമ്പോൾ പറയും അതേന്ന് പറയും കേട്ടോ. സിസ്റ്റർ പറയുന്നുണ്ട്, അച്ഛൻ എന്തായാലും ഇങ്ങനെ ചെയ്യാൻ തോന്നിയതിന് ഒരുപാട് നല്ല മനസ്സാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അലീന പറയും, അത് അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ വന്നത്, അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അച്ഛനിക്ക് മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അലീനയാണെങ്കിൽ ഡ്രൈവറുടെ അടുത്ത് ചോദിക്കും കേട്ടോ, എത്ര രൂപ ആയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അയാൾ പറയും, അത് എന്തെങ്കിലും തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നുണ്ട് 300 രൂപ തരാൻ പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്വർണ്ണക്കടയും പിന്നെ തുണിക്കടയൊക്കെ ഉള്ളതല്ലേ, അപ്പം നിങ്ങൾ കയ്യിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, 300 രൂപ തരാൻ പറയും. അപ്പോഴത്തേക്ക് നമ്മൾ സിസ്റ്റർ ചോദിക്കും, 300 രൂപ ഇവിടെ വരുന്നതിന് 100 രൂപയല്ലേ ആൾക്കാർ മേടിക്കത്തുള്ളൂ, പിന്നെ സാധനങ്ങളും കൂടെ കൊണ്ടുവന്നുകൊണ്ട് ഒരു 100 കൂടെ ചേർത്ത് 200 രൂപ മേടിക്കാമെന്ന് പറയും. അയാൾ പറയുന്നുണ്ട്, സാധനങ്ങളൊക്കെ ഞാനല്ലേ എടുത്ത് വെച്ചതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അലീന പറയും, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന 300 രൂപ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് അയാൾ പറയും, ഒരു ചായ കുടിക്കാൻ ഒരു 50 കൂടെ തരാമെന്ന് പറയുമ്പോഴത്തേക്ക് അലീന ആണെങ്കിൽ ആ പൈസയും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓട്ടോക്കാരൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ വലിയ പാക്കറ്റൊക്കെ എന്നിട്ട് അകത്ത് വെച്ച് തരുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ എടുത്ത് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, 300 രൂപ കൂടുതലല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അലീന പറയുന്നുണ്ട്, ചില ആട്ടോക്കാരാണെങ്കിൽ എൻ്റെ നിന്ന് പൈസയൊന്നും മേടിക്കത്തില്ല, അപ്പോൾ ഇതുകൊണ്ടാകുമ്പോൾ അങ്ങ് ബാലൻസ് ആയി പോകുമെന്നൊക്കെ അങ്ങ് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അലീന ആണെങ്കിൽ സിസ്റ്റർമാരത്ത് പറയുന്നുണ്ട്, ഞാനെന്നാൽ ഒന്ന് പള്ളിയിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അലീന ആണെങ്കിൽ നേരെ അങ്ങ് പള്ളിയിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മൾ രോഹിത്തിനെയാണ് കേട്ടോ. നമ്മൾ രോഹിത്താണെങ്കിൽ ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കുക കേട്ടോ. അങ്ങനെ രോഹിത്താണെങ്കിൽ ഹരിയെ വിളിച്ചുകൊണ്ട് നിൽക്കുക. 2 ദിവസം കൊണ്ട് ഹരിയെ വിളിച്ചിട്ട് ഹരി ഫോൺ എടുക്കുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ ഹരി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് രോഹിത്ത് ചോദിക്കും, ഞാൻ 2 ദിവസം കൊണ്ട് നിന്നെ വിളിക്കുന്നുണ്ടല്ലോ, നീ എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്
അപ്പോഴത്തേക്ക് അത് എൻ്റെ കൂടെ നടക്കുന്നുണ്ടോ നീ നശിച്ചു പോകുന്നതെന്ന് എല്ലാവരും പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ രോഹിത്ത് പറയും അത് അല്ല സോറി, അപ്പോൾ നമ്മൾ ഹരി പറയും അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഫോൺ എടുക്കാഞ്ഞാന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ രോഹിത്ത് ചോദിക്കും നീ എന്ത് കോപ്പിൽ വർത്താനോ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹരി ചോദിക്കുന്നുണ്ട് ആ ശരി നീ എന്താ വിളിച്ച കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ രോഹിത്ത് പറയും എടാ ഇത് അലീന എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി, ഞാനും നീ കൂടെ ചേർന്നാണ് അലീനയെ റേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതെന്ന് അവളെല്ലായിടത്തും വിളിച്ച് പറയുമെന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അതല്ല പറയണ്ടെങ്കിൽ ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ നീ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹരി ചോദിക്കുന്നുണ്ട് അതെന്താ 3 കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവളെ ഫോൺ തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടാമത്തത് ഞാൻ അവളുടെ അടുത്ത് മാപ്പ് പറയണമെന്ന് പറയും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നീയുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ ഹരി പറയും ആ കണ്ട അതാ ഏതാ എല്ലാവരും പറയുന്നത് ഞാനുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കാനാണ് എല്ലാവരും പറയുന്നതെന്ന് പറയും കേട്ടോ. എന്നിട്ട് രോഹിത്ത് പറയാൻ നീ അങ്ങ് മാപ്പ് അങ്ങ് പറഞ്ഞുകൂടായിരുന്നു, അവളെ കാലിൽ വീണ് നിനക്കങ്ങ് മാപ്പ് പറയായിരുന്നല്ലോ എന്ന് പറയുമ്പം നമ്മൾ രോഹിത്ത് പറയും അതിനിപ്പം അങ്ങനെ രോഹിത്തിനെ അതിന് കിട്ടത്തില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് ഹരി പറയുന്നുണ്ട് അത് അങ്ങനെ നീ മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങൾ എല്ലാം തീരുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ഹരി പറയുന്നുണ്ട് നിനക്ക് ഇതിനിപ്പോൾ എല്ലാവരെയൊക്കെ അറിയിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ, നിനക്ക് അവളുടെ അടുത്തൊരു മാന്യമായിട്ടൊരു നൈസിനൊക്കെ അങ്ങ് നിന്നാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിൻ്റെ ഒരു സഹതാപം കണക്ക് അവൾക്ക് തോന്നുന്ന രീതിയിലൊക്കെ നീ അവളുടെ അടുത്ത് ഇങ്ങനെ പെരുമാറിയാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഹരി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രോഹിത്ത് പറയുന്നുണ്ട് ഞാനതൊന്നും ആലോചിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അവളെന്തായാലും എനിക്കൊരു ഡെഡ് ലൈൻ തന്നിട്ടുണ്ട്, എന്നായാലും ഞാൻ അവളെ കാല് പിടിച്ച് കരയുമെന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ രോഹിത്ത് പറയുന്നുണ്ട് ഞാൻ അതിനൊന്നും മുതിരില്ല, ഞാൻ അങ്ങനെ മാപ്പൊന്നും പറയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹരി പറയുന്നുണ്ട് നീ അങ്ങനെ മാപ്പ് പറയുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഹരിയാണെങ്കിൽ അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. കാണിക്കുന്നത് നമ്മൾ ഹരിയാണ് കേട്ടോ. ഹരിയാണെങ്കിൽ കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴത്തേക്കും നമ്മൾ അലീന വന്ന് ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീന അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ലതായിട്ടിരിക്കുന്നു, എന്നെ കണ്ടിട്ട് നല്ലതുപോലെ ഇരിക്കുന്ന കണക്കല്ലേ തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ അലീന ഹരി അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഹരി പറയുന്നുണ്ട് ആ കുഴപ്പമൊന്നും ഇല്ലാത്ത കണക്കൊക്കെ കണ്ടിട്ട് തോന്നുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ മനു ചോദിക്കുന്നുണ്ട് അങ്കിളില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ ഉണ്ടെന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ബാലേന്ദ്രനാണെങ്കിൽ അവിടെ എന്തോ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹരി ചെല്ലുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് ആ ഹരിയോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നുണ്ട് ആ ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി ഇരുന്നതാണ്, നീ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഹരിയാണെങ്കിൽ അലീന അടുത്ത് ചായ എടുത്തുകൊണ്ട് വരാനൊക്കെ ആംഗ്യത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് ചായ വേണമെങ്കിൽ അവളുടെ അടുത്ത് പറഞ്ഞാൽ പോരെ, അവൾ എടുത്തുകൊണ്ട് വരുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹരി പറയുന്നുണ്ട് അത് അവൾക്ക് അറിയാം, ഞാൻ ചുമ്മാ ഒരു കുസൃതി കാണിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും നീ ഇവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പോകുന്നുണ്ട് കേട്ടോ. പോയിട്ടാണെങ്കിൽ നമ്മളെ ബാലേന്ദ്രൻ തിരിച്ച് വരുന്നത് നമ്മൾ അലീനയ്ക്ക് അന്ന് കുത്തിയ കത്രിക ഉണ്ടല്ലോ, ആ കത്രിക എടുത്തുകൊണ്ടാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇതാണ് അന്ന് അലീനയുടെ വയറ്റിൽ കൊണ്ട് കുത്തി കയറിയ കത്രിക എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ മനു പറയുന്നത് അയ്യോ ഇത് കുറച്ച് നീളമുള്ള കത്രികയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാനിത് മീശ കട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ വെച്ചിരുന്ന കത്രികയാണ് ഇത്, പിന്നെ ഇത് രോഹിത്തിൻ്റെ റൂമിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇവനാണ് വില്ലനെന്നൊക്കെ പറയുവാണേ. അപ്പോൾ നമ്മളെ മനു ചോദിക്കുന്നുണ്ട് അങ്കിൾ എന്തിനാ എൻ്റെ അടുത്ത് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ മനു ചോദിക്കുന്നുണ്ട് അലീനയാണോ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അലീന പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ അലീന ചോദിച്ചാൽ പറയൂ എന്നൊക്കെ പറയുന്നുണ്ട്. ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും ഞാനത് ചോദിച്ചിട്ടില്ല, കാര്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളെ മുമ്പിൽ ഞാൻ കൊച്ചായി പോത്തില്ലേ, അതുകൊണ്ട് ഞാനിതൊന്നും ചോദിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ബാലേന്ദ്രനാണെങ്കിലും മനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മനു ഇത് ഒക്കെ അറിഞ്ഞപ്പോൾ നീ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെ മനു പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് റൂമിൽ കയറിയിട്ട് അവനെ നല്ലതുപോലെ ഞാൻ തല്ലിയപ്പോഴത്തേക്കും അവൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കാര്യം പറഞ്ഞിട്ട് തല്ലിയാൽ പോരെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അവസാനം നല്ല തല്ല് കിട്ടിയപ്പോഴത്തേക്ക് അവൻ തന്നെ എല്ലാ കാര്യങ്ങളും അന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്കും അവനെ എടുത്തിട്ട് നല്ലതുപോലെ കൊടുക്കണമെന്നൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും മനു പറയും അങ്ങനെ ഒരിക്കലും അങ്കിൾ ചെയ്യരുത്, കാര്യം വെച്ചാൽ അവനിക്ക് അങ്കിളിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് അവനിക്ക് തോന്നണം, അവനിക്കത് കൊണ്ട് കുറ്റബോധം തോന്നുവാണെങ്കിൽ അങ്കിളിൻ്റെ അടുത്ത് വന്ന് എല്ലാ കാര്യങ്ങളും അവൻ പറയണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്ന് അങ്കിളിൻ്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടില്ല എങ്കിൽ അവനിക്ക് നടന്ന കാര്യത്തിനകത്തൊന്നും അവനിക്കൊരു കുറ്റബോധമോ കാര്യങ്ങളോ ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. മനു പറയുന്നുണ്ട് അങ്കിളെ അങ്ങനെ ഒരു കുറ്റബോധം ഇല്ലാത്തവനെ നമ്മൾ തള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പിന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും വൈജയന്തിക്കാണെങ്കിൽ ആ പെങ്കൊച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തുകൊണ്ട് അവൾ ഇരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ മനു പറയുന്നുണ്ട് അങ്കിളെ അതാ നല്ലത്, എന്തായാലും അലീനയ്ക്ക് നിൽക്കാൻ പറ്റിയ ഒരു വീടും കാര്യങ്ങളും അല്ല ഇത്, എന്തായാലും
അവൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു വീടും കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് അങ്ങളെ. അപ്പോഴത്തേക്ക് ഞാനത് കിട്ടുവാണെങ്കിൽ ഞാൻ വേണ്ട രീതിയിൽ ഞാൻ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇവളെയൊക്കെ മനസ്സിൽ ഇത്രയും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതൊക്കെ എനിക്ക് അറിഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് തന്നെ എനിക്ക് പുച്ഛവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ഹരിയാണെങ്കിൽ ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അങ്കിളെ പിന്നെ ഒരു കാര്യം ചെയ്യും, പിന്നെ അങ്കിളിന് അലീന ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടായിരുന്നല്ലോ, ആ ലൈഫിലോട്ട് തന്നെ അങ്കിള് തിരിച്ചു പോകും, അതാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഹരിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ബാലേന്ദ്രനെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ മുത്തശ്ശിയുടെ ഫോണിലോട്ടാണെങ്കിലും നമ്മളെ രേവതിക്കുട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മുത്തശ്ശിയാണെങ്കിലും ഫോൺ എടുത്തിട്ട് അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം രേവതി ചോദിക്കുന്നുണ്ട്, ചേച്ചി തിരക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അലീനക്കുട്ടി പറയുന്നുണ്ട്, തിരക്കൊന്നും അല്ല, നീ പെട്ടെന്ന് കാര്യം പറ, കാര്യച്ചാൽ നിൻ്റെ സൗണ്ട് കേൾക്കാൻ എനിക്ക് കൊതിയാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചി അന്നത്തെ കാര്യം അവിടെ ആർക്കെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അലീന പറയുന്നുണ്ട്, ഞാനതാണെങ്കിൽ പിന്നെ മനുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ മനുവേട്ടൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, മനുവേട്ടനും സാറും കൂടെ പുറത്തോട്ടൊക്കെ പോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. രഞ്ജന സാറിന് എന്തോ ഡൗട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, കാരിച്ച കത്രികയുടെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശിയാണെങ്കിൽ ഏന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അലീന പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കാൻ വയ്യ മോളെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അലീനയാണെങ്കിൽ പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി അടുത്ത് പറയുന്നുണ്ട്, ഇതെനിക്ക് പിന്നെ ഫോണൊന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അങ്ങ് പുറത്ത് പോയിട്ട് പിന്നെ വീണ്ടും നമ്മൾ രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി പറ, എല്ലാം വിശദമായിട്ട് പറയുമ്പോഴത്തേക്കും നമ്മൾ അലീന പറയുന്നുണ്ട്, ഈ അന്ന് നമ്മൾ മുത്തശ്ശിയാണെങ്കിൽ എൻ്റെ അടുത്തൊരു ആഗ്രഹ സമ്പത്തെക്കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നീ വൈജയന്തി അടുത്ത് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. ചേച്ചി എന്താ ചേച്ചി പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ചേച്ചി പറയുന്നത് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അലീന പറയുന്നുണ്ട്, ഞാൻ ചുമ്മാതെ അങ്ങ് തട്ടി വിട്ടതാണെന്നൊക്കെ പറയാം. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജനന ഡേറ്റും മാഡം ആഗ്രയിൽ നിന്നതെല്ലാം നോക്കുമ്പോഴത്തേക്ക് 1 വർഷം മിച്ചം വന്നെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി എന്താ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറയും, അലീന പറയുന്നുണ്ട്, എൻ്റെ പ്രായവും മാഡം പിന്നെ ആഗ്രയിൽ നിന്ന് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു, അപ്പം അവിടെ വെച്ച് പ്രഗ്നൻ്റ് ആയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഇതിനൊക്കെ മുത്തശ്ശിയുടെ ഒരു ആങ്ങളെ ഉണ്ട്, അപ്പം അവിടെ ആയിരിക്കും പ്രസവിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിന് ശേഷമായിരിക്കും എല്ലാ കാര്യങ്ങളൊക്കെ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ സംസാരിക്കുന്ന ഫോണാണെങ്കിൽ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മൾ അലീനയും രേവതിക്കുട്ടിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.